എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് മോഹന സുരേഷ്. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ BA മലയാളം കോഴ്സിൻ്റെ 3rd സെമ്മിലെ ഭാഷാശാസ്ത്രത്തിൽ 2nd ബ്ലോക്കിലെ 4th യൂണിറ്റാണ് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത്. ഭാഷാസൂത്രണം. ഒരു രാഷ്ട്ര സംവിധാനത്തിനകത്ത് ഭാഷയുടെ വികസനത്തിനായി ഭരണകൂടം ആസൂത്രണം ചെയ്യുന്ന പ്രവർത്തനങ്ങളെയാണ് ഭാഷാ ആസൂത്രണം എന്ന് പറയുന്നത്. ലാംഗ്വേജ് പ്ലാനിംഗ് ഇൻ മോഡേൺ നോർവേ എന്ന പ്രബന്ധത്തിൽ അമേരിക്കൻ നോർവീജിയൻ സാമൂഹിക ശാസ്ത്രകാരനായ ഈനർ ഹോഗനാണ് ഭാഷാസൂത്രണം എന്ന പദം സവിശേഷമായ അർത്ഥത്തിൽ ആദ്യമായി പ്രയോഗിച്ചത്. ഭാഷാപരമായും സാംസ്കാരികമായുമുള്ള അധിനിവേശത്തിൻ്റെ വർത്തമാനകാലത്ത് പ്രാദേശിക ഭാഷകൾ നിലനിൽപ്പിന് വേണ്ടിയുള്ള പ്രതിരോധത്തിൻ്റെ മാർഗമായി ഭാഷാസൂത്രണത്തെ കാണുന്നുവെന്ന് ഡോക്ടർ HK സന്തോഷ് രേഖപ്പെടുത്തുന്നു. ദേശീയതാബോധത്തിൻ്റെ വികാസവുമായി ഭാഷാസൂത്രണത്തിൻ്റെ ചരിത്രവും ബന്ധപ്പെട്ട് കിടക്കുന്നതായി നിരീക്ഷിക്കപ്പെടുന്നുണ്ട്. 1960കൾ പിന്നിട്ടതോടെ ഭാഷാസൂത്രണം എന്നത് മൂന്നാം ലോക രാഷ്ട്രങ്ങൾ ഭാഷയെ ആധുനീകരിക്കാൻ ഔദ്യോഗിക തലത്തിൽ നടത്തുന്ന ശ്രമമായി മാറി. പലപ്പോഴും സർക്കാർ സംവിധാനങ്ങൾ തന്നെ ഇതിന് മുൻകൈയെടുക്കാറുണ്ട്. നിലനിൽക്കുന്ന ഭാഷകളെ ക്രമീകരിക്കുകയോ മെച്ചപ്പെടുത്തുകയോ പുതിയ പൊതു പ്രാദേശിക അന്താരാഷ്ട്ര ഭാഷകളെ സൃഷ്ടിക്കുകയോ ചെയ്യുന്ന പദ്ധതിയാണ് ഭാഷാസൂത്രണം എന്നും ഭാഷണത്തിലോ ലേഖനത്തിലുമോ രണ്ടിലുമോ മാറ്റങ്ങൾ വരുത്താൻ ഉദ്ദേശിച്ചുകൊണ്ടുള്ള സംഘടിത പ്രവർത്തനമാണ് ഭാഷാസൂത്രണം എന്നുമെല്ലാം ഇത് നിർവചിക്കപ്പെടുന്നു. ഭാഷാസൂത്രണത്തിൻ്റെ പ്രധാനപ്പെട്ട ചില നിർവചനങ്ങൾ. ഒരു ഏകഭാഷാ പ്രദേശത്ത് ആ ഭാഷണ സമൂഹത്തിലെ ഭാഷകന്മാർക്കും ലേഖകന്മാർക്കും വേണ്ടി നിർദ്ദേശാത്മക സ്വഭാവത്തിലുള്ള വ്യാകരണം, നിഘണ്ടു, ഉച്ചാരണം, ലിപി, അക്ഷരമാല എന്നിവ തയ്യാറാക്കുന്ന പ്രവർത്തനമാണ് ഭാഷാസൂത്രണം എന്ന് പറഞ്ഞത് ഈനർ ഹോഗനാണ്. അക്കാഡമികളും വിവിധ ഭാഷാ സമിതികളും നിർദ്ദേശാത്മക സ്വഭാവത്തിൽ നടത്തുന്ന ഭാഷാ പോഷണത്തിനു വേണ്ടിയുള്ള രൂപപരിഷ്കരണങ്ങൾ, ഭാഷയുടെ പരിഷ്കരണത്തിനും മാനകീകരണത്തിനും വേണ്ടി സമർപ്പിക്കുന്ന നിർദ്ദേശങ്ങൾ എന്നിവയാണ് ഭാഷാസൂത്രണം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നതാണ് കൂപ്പറിൻ്റെ അഭിപ്രായം. ഭാഷാപരമായ കുഴപ്പങ്ങളുടെ പരിഹാരം ലക്ഷ്യമാക്കി മിക്കവാറും ദേശീയ തലത്തിൽ നടക്കുന്ന സംഘടിത ശ്രമമാണെന്ന് അഭിപ്രായപ്പെടുന്നത് ജോഷോ ഫിഷ്മാനാണ്. ഭാഷാ ആസൂത്രണത്തിൻ്റെ വ്യത്യസ്ത സന്ദർഭങ്ങളെ മനസ്സിലാക്കുന്നതിനായി റോബർട്ട് L. കൂപ്പർ അതിനെ 3ആയി തരംതിരിച്ചിരിക്കുന്നു: ഘടനാപരമായ ആസൂത്രണം, പദവിപരമായ ആസൂത്രണം, സമാർജനപരമായ ആസൂത്രണം. ഇതിൽ ഘടനാപരമായ ആസൂത്രണം എന്നത് ഭാഷയെ വികസിപ്പിക്കാനാണ് ഘടനാപരമായ ആസൂത്രണം ശ്രമിക്കുന്നത്. മാറുന്ന കാലത്തിനനുസരിച്ച് ഭാഷ ഒരുക്കി നിർത്തലാണത്. ഭാഷയുടെ പോരായ്മകളിൽ നിന്നാണ് ഇതിൻ്റെ ആവശ്യകത ഉയർന്നു വരുന്നത്. രണ്ടാമത്തേത് ഘടനാപരമായ ആസൂത്രണമാണ്. അതിന് ഉപവിഭാഗമായി 3 മേഖലകളുണ്ട്: ലിപി ആവിഷ്കരണം, മാനകീകരണം, ആധുനികീകരണം. നിഘണ്ടു നിർമ്മാണം, വ്യാകരണ രചന, ലിപി, അക്ഷരമാല, ഉച്ചാരണം എന്നിവയുമെല്ലാമായി ബന്ധപ്പെട്ട പരിഷ്കാരങ്ങളാണ് ഇതിൽ വരുന്നത്. മാറുന്ന കാലത്തിനൊത്ത് ഭാഷ ജീവസുറ്റതാക്കി നിലനിർത്തുന്ന ഒരു പ്രവർത്തനം കൂടിയാണിത്. പദവിപരമായ ആസൂത്രണം, സ്റ്റാറ്റസ് പ്ലാനിംഗ് എന്നത് ഒരു ഭാഷയുടെ പ്രവർത്തനങ്ങളിലും അതിൻ്റെ ഉപയോക്താക്കളുടെ അവകാശങ്ങളിലും മാറ്റങ്ങൾ വരുത്തുന്നതാണ്. ഒരു ഭാഷയുടെ പദവിയെ നിർണയിക്കുന്നതിനായി 4 കാര്യങ്ങൾ ക്ലോസിൽ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. അതിൻ്റെ ഉൽപ്പത്തി, മാനകീകരണത്തിൻ്റെ അവസ്ഥ, നീതി പരിപാലനപരമായ അവസ്ഥ, ഓജസ് എന്നിവയാണത്. അവ ഒരു ഭാഷയ്ക്ക് ഔദ്യോഗിക ഭാഷാ പദവി നൽകൽ, ദേശീയ ഭാഷാ പദവി നൽകൽ, ഭരണഘടനാപരമായ പദവി നൽകൽ, ന്യൂനപക്ഷ ഭാഷയായി പ്രഖ്യാപിക്കൽ, ഷെഡ്യൂൾഡ് ഭാഷയായി അവരോധിക്കൽ എന്നിവയെല്ലാം പദവിപരമായ ആസൂത്രണത്തിൽ ഉൾപ്പെടുന്നു. സമാർജനപരമായ ആസൂത്രണം. സമാർജനപരമായ ആസൂത്രണം എന്ന പുതിയ വിഭാഗം 1989 റോബർട്ട് കൂപ്പറാണ് മുന്നോട്ട് വച്ചത്. ഭാഷാ പദവി, സാക്ഷരത തുടങ്ങിയവയെ മുൻനിർത്തി ദേശീയ, സംസ്ഥാന, പ്രാദേശിക തലങ്ങളിൽ സർക്കാർ നേതൃത്വത്തിൽ
വിദ്യാഭ്യാസ രംഗത്ത് കൊണ്ടുവരുന്ന പ്രവർത്തനങ്ങളാണ് സമാർജനപരമായ ആസൂത്രണം എന്ന് അറിയപ്പെടുന്നത്. ഭാഷാ പഠനത്തിലും ബോധനത്തിലും വരുത്തുന്ന ആസൂത്രിതമായ ഇടപെടലാണിത്. കരിക്കുലത്തിൽ ഏത് ക്ലാസ് മുതൽ ഏത് ഘട്ടം വരെ ഭാഷാപഠനം ഉൾപ്പെടുത്തണം, അധ്യയന മാധ്യമം എന്തായിരിക്കണം എന്നെല്ലാമുള്ള നയരൂപീകരണങ്ങൾ സമാർജനപരമായ ആസൂത്രണത്തിൽ ഉൾപ്പെടുന്നു. ഭാഷയും അധികാരവും. ഒരു വ്യക്തിക്ക് മറ്റൊരു വ്യക്തിയുടെ മേലോ ഒരു സമൂഹത്തിന് മറ്റൊരു സമൂഹത്തിനു മേലോ ഉള്ള നിയന്ത്രണവും സ്വാധീനവുമാണ് അധികാരം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ജാതി, ലിംഗം, പ്രായം, സമ്പത്ത് എന്നിവ അധികാരത്തെ നിയന്ത്രിക്കുന്നു. ഭാഷയിലൂടെയാണ് വ്യക്തിയുടെ ആശയങ്ങൾ വിനിമയം ചെയ്യപ്പെടുന്നത്. അതിനാൽ വ്യക്തിയുടെ അധികാരബന്ധങ്ങൾ ഭാഷയുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു. സാമൂഹീകരണം വ്യക്തിയെ സാമൂഹിക ധർമ്മങ്ങൾക്കനുസരിച്ച് മാറ്റുന്നു. ഭാഷാർജ്ജനവും ഭാഷാപ്രയോഗവും സാമൂഹീകരണത്തിൻ്റെ ഭാഗമാണ്. ഒരു വ്യക്തിയുടെ വ്യക്തിത്വ നിർണയത്തിൽ സാമൂഹീകരണത്തിനും ഭാഷയ്ക്കും പ്രാധാന്യമുണ്ട്. ഒരു സമൂഹം താരതമ്യേന ഒരു ഭാഷ ഉപയോഗിക്കുമ്പോൾ ആ ഭാഷയ്ക്കകത്ത് പലതരത്തിലുള്ള വ്യതിരിക്തതകളും കാണാം. ഓരോ വ്യക്തിയുടെയും ജീവിത പശ്ചാത്തലം, സാമൂഹിക സ്ഥിതി, സാമൂഹിക ആചാരങ്ങൾ എന്നിവ ഓരോ ഭാഷയിലും വൈജാത്യങ്ങൾ ഉണ്ടാക്കുന്നു. ഈ വൈജാത്യങ്ങൾ കൃത്യമായ അധികാര വ്യവസ്ഥയുടെ പ്രത്യക്ഷ ഘടകങ്ങളാണ്. പ്രയുക്ത ഭാഷാശാസ്ത്രം ഭാഷകളിലെ താത്വികവും പ്രായോഗികവുമായ എല്ലാ പ്രശ്നങ്ങളെയും നിർദ്ധാരണം ചെയ്യുകയും അവയ്ക്ക് പരിഹാരം കാണാൻ ശ്രമിക്കുകയുമാണ് പ്രയുക്ത ഭാഷാശാസ്ത്രം ചെയ്യുന്നത്. ഭാഷാബോധനം, സ്ഖലിത അപഗ്രഥനം, വിവർത്തനം, നിഘണ്ടു നിർമ്മാണം തുടങ്ങി നിരവധി മേഖലകളിലെ പ്രായോഗിക ബുദ്ധിമുട്ടുകളെ നിർദ്ധാരണം ചെയ്യാനായി പ്രായോഗിക പ്രയുക്ത ഭാഷാശാസ്ത്രം ശ്രമിക്കുന്നുണ്ട്. ഭാഷാ കമ്പ്യൂട്ടിംഗ് അല്ലെങ്കിൽ കമ്പ്യൂട്ടേഷണൽ ഭാഷാശാസ്ത്രം. കമ്പ്യൂട്ടറിന് ഭാഷകൾ മനസ്സിലാക്കാൻ ഉതകുന്ന സാങ്കേതികതകൾ നിർമ്മിക്കുന്ന കമ്പ്യൂട്ടർ ഭാഷാശാസ്ത്ര പഠന മേഖലയാണ് ഭാഷാശാസ്ത്രം അല്ലെങ്കിൽ കമ്പ്യൂട്ടേഷണൽ ലിംഗ്വിസ്റ്റിക്സ്. മനുഷ്യഭാഷയെയും അതിൻ്റെ ഘടനാപരമായ പ്രത്യേകതകളെയും മനസ്സിലാക്കി അതിന് സമാനമായ കമ്പ്യൂട്ടർ മോഡലുകൾ ഉണ്ടാക്കുകയാണ് ഇതിൽ ചെയ്യുന്നത്. സൂചിക, ഗ്ലോസറി, നിഘണ്ടു, വിജ്ഞാനകോശം തുടങ്ങിയ റഫറൻസ് സാമഗ്രികൾ നിർമ്മിക്കുന്നതിൽ കമ്പ്യൂട്ടർ പല വിധത്തിൽ സഹായിക്കുന്നുണ്ട്. സ്പെല്ലിംഗ് ചെക്കർ, വ്യാകരണ പിശകുകൾ, വോയിസ് സെർച്ച് തുടങ്ങിയവ കമ്പ്യൂട്ടറിൽ സാധ്യമാകുന്നത് ഈ പഠന മേഖലയുടെ വളർച്ചയ്ക്ക് ഉദാഹരണമാണ്. വിവിധ എൻകോഡിംഗ് പദ്ധതികൾ. അടിസ്ഥാനപരമായി കമ്പ്യൂട്ടറുകൾ സംഖ്യകളായാണ് എല്ലാ കാര്യങ്ങൾക്കും ഉപയോഗിക്കുന്നത്. അക്ഷരങ്ങളും അക്കങ്ങളും ചിഹ്നങ്ങളുമൊക്കെ സംഖ്യകളായിട്ടാണ് കമ്പ്യൂട്ടറിൽ ശേഖരിച്ചു വയ്ക്കുന്നത്. അക്ഷരങ്ങൾ സംഖ്യാരീതിയിലാക്കാൻ വിവിധ എൻകോഡിംഗ് രീതികൾ നിലവിലുണ്ട്. ആസ്കി, എബ്സിഡിക്, യൂണിക്കോഡ് എന്നിങ്ങനെ വിവിധ രീതികൾ. ആസ്കി മുഖ്യമായും യൂറോപ്യൻ മനുഷ്യഭാഷകളെ അടിസ്ഥാനമാക്കി 256 അക്ഷരങ്ങൾക്ക് ഇടം നൽകിയിട്ടുള്ള ഒരു കമ്പ്യൂട്ടർ ലിപിസ്ഥാന പട്ടികയാണ് ആസ്കി. അമേരിക്കൻ സ്റ്റാൻഡേർഡ് കോഡ് ഫോർ ഇൻഫോർമേഷൻ ഇൻ്റർചേഞ്ച്. മനുഷ്യഭാഷകളിൽ ഉപയോഗിക്കുന്ന ലിപികൾ, അക്ഷരങ്ങൾ, ചിഹ്നങ്ങൾ, മറ്റു പ്രമുഖ രൂപങ്ങൾ എന്നിവയെ 0, 1 എന്നീ 2 അക്കങ്ങളിൽ അധിഷ്ഠിതമായ കമ്പ്യൂട്ടർ വിവരവ്യവസ്ഥയിലെ സമാനമായ ഗദ്യത്തിലേക്കും തിരിച്ചും ബന്ധപ്പെടുത്തുന്ന അന്താരാഷ്ട്ര തലത്തിൽ അംഗീകരിക്കപ്പെട്ട പട്ടികകളാണ് ലിപിസ്ഥാന പട്ടികകൾ. യൂണിക്കോഡ് നിലവിലുള്ള ലോകഭാഷകളെ മുഴുവൻ ഉൾക്കൊള്ളാൻ കഴിയുന്നതും ഭാവിയിൽ കൂടുതൽ കാര്യങ്ങൾ ഉൾപ്പെടുത്താൻ കഴിയുന്നതുമായ ആലേഖന രീതിയാണ് യൂണിക്കോഡ്. ആസ്കിയെ വിപുലപ്പെടുത്തിയ സമ്പ്രദായമാണ് ഇത്. 9 ഇന്ത്യൻ ഭാഷകൾ 1152 കോഡുകളിലായി നൽകിയിരിക്കുന്നതിൽ 3328 മുതൽ 3435 വരെയുള്ള 128 എണ്ണം മലയാള ഭാഷയ്ക്കാണ്. മലയാളം സോഫ്റ്റ്വെയറുകൾ. നേരിട്ട് മലയാളം ടൈപ്പ് ചെയ്യാൻ നല്ലത് ഇൻസ്ക്രിപ്റ്റ് ആണെങ്കിലും ഇംഗ്ലീഷ് അറിയാവുന്ന ഒരാൾക്ക് മംഗ്ലീഷ് ടൈപ്പ് ചെയ്യുന്നതാണ് കൂടുതൽ സൗകര്യം. ഈ രീതി ഉപയോഗിക്കാനായി മലയാളം വാക്കുകളുടെ ഉച്ചാരണവുമായി സാദൃശ്യമുള്ള ഇംഗ്ലീഷ് അക്ഷരങ്ങൾ ടൈപ്പ് ചെയ്യണം. ഇത് സാധ്യമാക്കുന്ന സോഫ്റ്റ്വെയറുകളാണ് ട്രാൻസ്ലിറ്ററേറ്ററുകൾ. ഗൂഗിളിൻ്റെ ഗൂഗിൾ
IME, വരമൊഴി, മൊഴി തുടങ്ങിയവയാണ് പ്രമുഖ ട്രാൻസ്ലിറ്ററേറ്ററുകൾ. ഒരു ഭാഷയുടെ പദവിയെ നിർണയിക്കുന്നതിനായി ക്ലോസ് ചൂണ്ടിക്കാണിക്കുന്ന 4 കാര്യങ്ങളാണ് ഉൽപ്പത്തി, മാനകീകരണത്തിൻ്റെ അവസ്ഥ, നീതി പരിപാലനമായ അവസ്ഥ, ഓജസ് എന്നിവ. കോർപ്പസ് പ്ലാനിങ്ങിൻ്റെ ഉപവിഭാഗങ്ങളായ 3 മേഖലകളാണ് ലിപി ആവിഷ്കരണം, മാനകീകരണം, ആധുനികീകരണം. ഭാഷയും അധികാരവും എന്ന ഗ്രന്ഥം രചിച്ചത് PM ഗിരീഷാണ്. ഭാഷാസൂത്രണത്തിനുള്ളിലെ പ്രധാനപ്പെട്ട 3 വിഭാഗങ്ങളാണ് പദവിപരമായ ആസൂത്രണം, സമാർജനപരമായ ആസൂത്രണം, ഘടനാപരമായ ആസൂത്രണം. ഭാഷാ ആസൂത്രണം എന്ന പദം ആദ്യമായി ഉപയോഗിച്ച സാമൂഹ്യ ശാസ്ത്രജ്ഞനാണ് ഹേഗൻ. ഹേഗൻ ലാംഗ്വേജ് പ്ലാനിംഗ് ഇൻ മോഡേൺ നോർവേ എന്ന പ്രബന്ധത്തിലാണ് സവിശേഷമായ അർത്ഥത്തിൽ ഭാഷാസൂത്രണം എന്ന പദം പ്രയോഗിച്ചിരിക്കുന്നത്. കമ്പ്യൂട്ടറിന് ഭാഷകൾ മനസ്സിലാക്കാനുതകുന്ന സാങ്കേതികതകൾ നിർമ്മിക്കുന്ന ഭാഷാശാസ്ത്ര മേഖലയ്ക്കാണ് കമ്പ്യൂട്ടേഷണൽ ലിംഗ്വിസ്റ്റിക്സ് അഥവാ കമ്പ്യൂട്ടർ ഭാഷാശാസ്ത്രം എന്ന് പറയുന്നത്. കമ്പ്യൂട്ടറിൽ അക്ഷരങ്ങൾ സംഖ്യാരീതിയിലേക്ക് മാറ്റുന്ന പ്രവർത്തനത്തിന് പറയുന്ന പേരാണ് എൻകോഡിംഗ്. മുഖ്യമായും യൂറോപ്യൻ മനുഷ്യഭാഷകളെ അടിസ്ഥാനമാക്കി 256 അക്ഷരങ്ങൾക്ക് ഇടം നൽകിയിട്ടുള്ള കമ്പ്യൂട്ടർ ലിപിസ്ഥാന പട്ടിക എന്നറിയപ്പെടുന്നത് ആസ്കി എന്നാണ്. ആസ്കിയെ അപേക്ഷിച്ച് യൂണിക്കോഡിൽ 16 ബിറ്റുകളുണ്ട്. സർക്കാർ നേതൃത്വത്തിൽ വിദ്യാഭ്യാസ രംഗത്ത് കൊണ്ടുവരുന്ന പരിഷ്കാരങ്ങളാണ് അക്വിസിഷൻ പ്ലാനിംഗ്. മാറുന്ന കാലത്തിനനുസരിച്ച് ഭാഷയെ ഒരുക്കി നിർത്തേണ്ടത് ആവശ്യമാണ്. ഭാഷാപോഷണത്തിനുള്ള സ്ഥാപനങ്ങളുടെ രൂപീകരണം എന്നതുകൊണ്ട് അതാണ് ഉദ്ദേശിക്കുന്നത്. വർണ്ണവിന്യാസം നിജപ്പെടുത്തൽ, പുതിയ പദങ്ങളുടെ രൂപീകരണം, സാങ്കേതിക പദങ്ങളുടെ രൂപീകരണം, നിഘണ്ടുക്കൾ, വ്യാകരണ ഗ്രന്ഥങ്ങൾ, വിജ്ഞാനകോശങ്ങൾ എന്നിവ മാറുന്ന കാലത്തിനനുസരിച്ച് ഭാഷയെ ഒരുക്കി നിർത്തുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക. നന്ദി, നമസ്കാരം.